നമസ്തേ. നാം ഇപ്പോൾ ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. വിശ്വരൂപ ദർശന യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. 55 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ശ്ലോകങ്ങളുടെ എണ്ണം നോക്കിയാൽ 3-ാമത്തെ സ്ഥാനമാണ് ഇതിനുള്ളത്. ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ളത് അധ്യായം 18-ലാണ്. 78 ശ്ലോകങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ അധ്യായം 2-ആണ്, 72 ശ്ലോകങ്ങളാണ്. പിന്നെ 3-ാമത്തത് ഈ 11-ാം അധ്യായമാണ്. ഇതിൻ്റെ പേര് വിശ്വരൂപ ദർശന യോഗം എന്നാണ്. വിശ്വരൂപം, ഭഗവാന്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ടാണ് വിശ്വരൂപ ദർശന യോഗം എന്ന പേര് കിട്ടിയത്. എന്താണ് വിശ്വരൂപം? ഭഗവാന്റെ വിശ്വരൂപം എന്താണ്? വിശ്വരൂപം എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ രൂപം, ഭഗവാന്റെ രൂപത്തിൻ്റെ സമ്പൂർണത കാണിച്ചു കൊടുക്കുക. അതാണ് ഈ വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞത്. എന്താണ് വാസ്തവത്തിൽ പൂർണ്ണ രൂപം? ഈ ഉപനിഷത്തുകൾ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ശ്വേതാശ്വതര ഉപനിഷത്തിലും അതുപോലെ തന്നെ ബൃഹദാരണ്യക ഉപനിഷത്തിലും പറയുന്നുണ്ട്, ഈശ്വരൻ്റെ ആത്മാവിൻ്റെ ശരീരമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ഭൗതിക രൂപങ്ങളും എന്ന്. ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്ന അത് പദ്യരൂപത്തിലുള്ള ഒരു ഉപനിഷത്താണ്. അതിൽ പറയുന്നുണ്ട്, മായാം തു പ്രകൃതിം വിദ്യാത് മായിനം ച മഹേശ്വരം തസ്യ അവയവഭൂതേസ്തു വ്യാപ്തം സർവം ഇദം ജഗത്. ഈ ജഗത്ത് മുഴുവൻ മായാവിയായ പരമേശ്വരൻ്റെ അവയവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ആ ശ്ലോകത്തിൽ, ആ മന്ത്രത്തിൽ പറയുന്ന കാര്യം. അതുതന്നെ ബൃഹദാരണ്യക ഉപനിഷത്തിൽ 3:7-15 പറയുന്നുണ്ട്. 3:7-3 മുതൽ 3:7-15 വരെ ഇതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. 3:7-3 പൃഥിവിയാണ്. പൃഥിവി ഭഗവാന്റെ ആത്മാവിൻ്റെ ശരീരമാണെന്ന് പറയുന്നു. ആത്മാവ് പൃഥിവിയിൽ ഉള്ള കാര്യം പൃഥിവിക്ക് അറിയത്തില്ല. പൃഥിവി അറിയാതെ തന്നെ ഉള്ളിലിരുന്നു കൊണ്ട് ആത്മാവ് പൃഥിവിയെ, ഭൂമിയെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ഓരോരോ ഭൂതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അവസാനം സർവഭൂതങ്ങളെയും കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ് 3:7-15 ഗദ്യരൂപത്തിലുള്ള ഉപനിഷത്താണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. അതിൽ 3:7-15 പറയും സർവഭൂതങ്ങളും ഈ ആത്മാവിൻ്റെ ശരീരമാണ്. അപ്പം അതാണ് ഈ വിശ്വരൂപം എന്ന് പറയുന്നത്. ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ്, വിശ്വം തന്നെയാണ് വിശ്വരൂപം. ആ വിശ്വത്തെ ഈ ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ശരീരത്തിൽ, ആ മനുഷ്യരൂപത്തിൽ പ്രദർശിപ്പിക്കുക, കാണിച്ചു കൊടുക്കുക. അതാണ് ഈ കൃഷ്ണൻ ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. അതിന് അർജുനൻ അതിന് അപേക്ഷിക്കണം. വിഭൂതികളെക്കുറിച്ചൊക്കെ ഈ 10-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, വിശദീകരിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ വിഭൂതികൾ, അതിന് പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് എൻ്റെ മോഹങ്ങളൊക്കെ, എൻ്റെ വ്യാമോഹങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. പക്ഷെ അതൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ കണ്ണുകൾക്ക് അതൊക്കെ കാണാൻ കഴിയുമെങ്കിൽ അത് അങ്ങ് എന്നെ ഒന്ന് കാണിച്ചു തരണം. അത് അങ്ങയ്ക്കല്ലാതെ ആർക്കും അത് സാധ്യവുമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങ് അത് എനിക്ക് കാണിച്ചു തരണം. അപ്പോഴും കൃഷ്ണൻ പറയുന്നു, നിൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എൻ്റെ ഈ വിഭൂതികളെ കാണാൻ പറ്റത്തില്ല. നിനക്ക് ഞാൻ ദിവ്യമായ ചക്ഷുസ്സുകൾ നൽകാം. ആ ചക്ഷുസ്സുകൾ കൊണ്ട് നീ കാണുക എൻ്റെ രൂപത്തെ. പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണ്ണ ആകൃതീനി ച. നാനാവർണ്ണത്തിലും ആകൃതികളിലുമുള്ള ദിവ്യങ്ങളായിട്ടുള്ള രൂപങ്ങളെ നീ കാണുക. നാനാവിധത്തിലുള്ള രൂപങ്ങളെ നൂറുകണക്കിനും ആയിരക്കണക്കിനും നീ എൻ്റെ ഈ ശരീരത്തിൽ കാണുക. പശ്യ ആദിത്യാൻ, ആദിത്യന്മാരെയും രുദ്രന്മാരെയും വസുക്കളെയും അശ്വിനി ദേവന്മാരെയും മരുത്തുക്കളെയും ഒക്കെ എൻ്റെ ദേഹത്ത് നിനക്കിപ്പോൾ കാണാം. അന്ന് മാത്രമല്ല,
നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നീ ഇപ്പോൾ കാണാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറയാണ് ഇഹൈകസ്തം ജഗത്കൃഷ്ണം. ഈ ഈ ഇവിടെ ഒരു സ്ഥലത്ത് എൻ്റെ ശരീരത്തിൽ തന്നെ നിനക്ക് ഈ മുഴുവൻ ലോകവും നിനക്ക് കാണാൻ പറ്റും. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമനേഘേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. എൻ്റെ ഈ ജഗത്കൃഷ്ണം മാത്രമല്ല, പിന്നെ നിനക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ദേഹത്ത് നിനക്ക് കാണാം. അങ്ങനെ അയാളോട് പറഞ്ഞുകൊണ്ട്, അർജുനനോട് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ തൻ്റെ വിശ്വരൂപത്തെ കാണിക്കാൻ തുടങ്ങിയാണ്. അതിനെക്കുറിച്ച് സഞ്ജയൻ പറയുന്നത് കേൾക്കുക. ഏവമുക്ത്വാ തതോ ജാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഹേ രാജൻ, രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രനോട് ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്നത് സഞ്ജയനാണല്ലോ. അങ്ങനെ ആ നരേറ്റ് ചെയ്യുകയാണ്. ഹേ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ ഹരി ദർശയാമാസ പാർത്ഥായ, പാർത്ഥന് വേണ്ടി എല്ലാം പരമം രൂപം ഐശ്വര്യം, തൻ്റെ ഈശ്വരീയമായ രൂപത്തെ, പരമമായ രൂപത്തെ കാണിച്ചു. അതാണ് അനേക വക്ത്ര നയനം. എങ്ങനെയുള്ളതാണ് ആ രൂപം? സഞ്ജയൻ വിവരിക്കുകയാണ്. അനേക വക്ത്ര നയനം, അനേക അദ്ഭുത ദർശനം, അനേക ദിവ്യ ആഭരണം, ദിവ്യ അനേകോദ്യതായുധം. അപ്പോൾ ഉയർത്തിപ്പിടിച്ച ദിവ്യമായ ഒരുപാട് ആയുധങ്ങളുണ്ട്. അതുപോലെ തന്നെ ആഭരണങ്ങൾ, ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അനേക വക്ത്ര നയനം, വക്രങ്ങളും കണ്ണുകളും ഒക്കെ അനേകമായിട്ടുണ്ട്. അനേക അദ്ഭുത ദർശനം, ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് കാണാൻ നമുക്ക് ആ ശരീരത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അതിനെ എങ്ങനെയാണ് ആ കാഴ്ച എന്നുള്ളതിനെക്കുറിച്ച് സഞ്ജയ് വിശദീകരിക്കണം. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത യതി ഫാ സദൃശീ സാ സ്യാത് ഫാസസ്തസ്യ മഹാത്മനഃ. ദിവി സൂര്യ സഹസ്രസ്യ, സൂര്യ 1000 സൂര്യന്മാർ ആകാശത്ത് ഒരുമിച്ച് ഉദിച്ചുയർന്നാൽ എന്ത് പ്രകാശമായിരിക്കും ഉണ്ടാവുക, എന്ത് തേജസ്സായിരിക്കും ഉണ്ടാവുക. ആ തേജസ്സാണ് ഈ മഹാത്മാവിന് ഉള്ളത്. ഏതാണ്ട് അതുപോലെ വരും എന്നാണ് പറയുന്നത്. അങ്ങനെ സഞ്ജയൻ ആ കാഴ്ചയുടെ വലുപ്പത്തെക്കുറിച്ച്, മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു. എന്നിട്ട് പറയാണ്, ധൃതരാഷ്ട്രരോട് പറയുകയാണ്, തതസദ് വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയ. ആവിഷ്ടനായി, വിസ്മയം കൊണ്ട് അവൻ ആവേശിതനായി. ആര്? അർജുനൻ. എന്നിട്ട് ഹൃഷ്ടരോമാ ധനഞ്ജയ, ഹൃഷ്ടരോമം അതായത് രോമാഞ്ചമുണ്ടായി അയാൾക്ക്. പ്രണമ്യ ശിരസാദേവം, ശിരസ് കുനിച്ച് ദേവനെ നമിച്ചു. കൃതാഞ്ജലിര അഭാഷത, അതായത് കൂപ്പ് കൈയോടുകൂടി അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ അങ്ങയുടെ ശരീരത്ത് ദേവന്മാരെ കാണുന്നു. ഹേ ദേവ, അനേകം ദേവന്മാരെ ഞാൻ അങ്ങയുടെ ശരീരത്ത് കാണുന്നു. ഭൂതവിശേഷങ്ങളെയും കാണുന്നു. ബ്രഹ്മാണമീശം, അതായത് കമലാസനായ ബ്രഹ്മാവിനെയും ഞാൻ അങ്ങയുടെ ശരീരത്ത് കാണുന്നു. ഋഷിമാരെയും ദിവ്യങ്ങളായ ഉരകങ്ങളെയും അങ്ങയുടെ ശരീരത്ത് ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് പിന്നെ തുടർന്ന് ഒരു വിവരണമാണ് ആ എന്തൊക്കെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച്. ആ പുരുഷനെ, ആ കൃഷ്ണനെ, മഹാത്മാവിനെ എങ്ങനെയാണ് അയാൾ കാണുക, എന്തെല്ലാമാണ് അവിടെ കാണുന്നത്. അത് നാം ആ ഭാഗങ്ങളെല്ലാം പുരുഷ സൂക്തത്തിലെ ആദ്യ ശ്ലോകത്തിൻ്റെ ഒരു വിവരണമാണ്, ആദ്യ മന്ത്രത്തിൻ്റെ ഒരു വിവരണമാണ്, ഒരു എക്സ്പ്ലനേഷനാണ്. അതാണ് സഹസ്രശീർഷ പുരുഷ. അങ്ങനെയാണ് പുരുഷ സൂക്തം തുടങ്ങുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃഷ്ട്വ അത്യധിഷ്ഠത്വശാങ്കുലം. ഇത് തന്നെ
അതിൻ്റെ ആദ്യത്തെ വരി ഭഗവത്ഗീതയിൽ തന്നെ ഉണ്ട്, 13ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അത് ഇനി നമ്മൾ വരും, 13ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. സഹസ്ര ശീർഷ പുരുഷക, ഇത് ഉപനിഷത്തുകളിലും എടുത്തു ചേർത്തിട്ടുണ്ട് ഈ ശ്ലോകം, ഈ മന്ത്രം. സഹസ്ര ശീർഷ പുരുഷ സൂക്തമാണല്ലോ. ആ പുരുഷനെ കുറിച്ച്, മഹാനായ പുരുഷനെ കുറിച്ച് പറയുകയാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ആത്മാംശമായിട്ട് നിലനിൽക്കുന്ന പുരുഷൻ, അതാണ് പുരുഷൻ. ആത്മാവ് തന്നെയാണത്. അത് പക്ഷെ പ്രകൃതിയോട് കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ പേരാണ് പുരുഷൻ. അപ്പോൾ സഹസ്ര 1000 പ്രകൃതിയോട് കൂടി നിൽക്കുകയാണെന്ന് ഓർക്കണം. അപ്പൊ എന്താണ് അവിടെ കാണുന്നത്? ആയിരക്കണക്കിന് ശീർഷങ്ങളോടുകൂടി, തലകളോടുകൂടി, ആയിരക്കണക്കിന് കണ്ണുകളോടുകൂടി, ആയിരക്കണക്കിന് കാലുകളോടുകൂടിയാണ് ഇങ്ങനെ പുരുഷൻ നിൽക്കുന്നത്. അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് വരും ഈ പറഞ്ഞ ഇനിയുള്ള കുറേ ശ്ലോകങ്ങൾ, ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ. ആ രീതി, അതിൻ്റെ പുരുഷ സൂക്ത മന്ത്രത്തിൻ്റെ ഒരു വിശദീകരണമായിട്ട് വരും. അത് ഉദാഹരണത്തിന് 11, 16 അവിടെയാണ് ഇത് തുടങ്ങുന്നത്. അനേക ബാഹൂദര വക്ത്രനേത്രം പശ്യാമി ത്വാ സർവതോ അനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപം. ഹേ വിശ്വേശ്വര, ഞാൻ അങ്ങയുടെ വിശ്വരൂപം ഞാൻ കാണുകയാണ്. വിശ്വരൂപനായിട്ടുള്ള അങ്ങയെ ഞാൻ ഇതാ കാണുന്നു. അങ്ങയ്ക്ക് ഒരു ആദിയോ മധ്യമോ അന്തമോ ഒന്നും ഞാൻ കാണുന്നില്ല. അനേകങ്ങളായ ബാഹുക്കളും ഉദരങ്ങളും വക്ത്രങ്ങളും നേത്രങ്ങളും ഒക്കെയാണ് ഞാൻ കാണുന്നത്. അനന്തമാണ് അങ്ങയുടെ രൂപം. അങ്ങനെ പറഞ്ഞ് അവസാനം അയാൾ പറയുകയാണ്, ഹേ ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണ, ദൃഷ്ട്വാഹിത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമഞ്ച വിഷ്ണു. ഹേ വിഷ്ണു, എനിക്ക് ഒരു സമാധാനമാകുന്നില്ല, എനിക്കൊരു ശാന്തി ലഭിക്കുന്നില്ല. ഇത് കണ്ടിട്ട് എൻ്റെ മനസ്സാകെ ഇളകിയിരിക്കുകയാണ്. എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്ക് ശാന്തി കിട്ടുന്നില്ല എന്ന് പറയുന്നു. എനിക്ക് ദിശകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ശമമുണ്ടാകുന്നില്ല എന്നൊക്കെ പറയുക. ഞാനിവിടെ കാണുന്നത് എന്താണ്? അതിന് പ്രത്യേകിച്ചൊരു കാരണം കൊണ്ടുണ്ട്. ഞാനിവിടെ എനിക്ക് ശമം കിട്ടാത്തതിനുള്ള കാരണം കൊണ്ട് ഞാൻ ധാർത്തരാഷ്ട്രന്മാരും സർവ രാജാക്കന്മാരും, ഇവിടെ ഉള്ള സർവ്വ രാജാക്കന്മാരും, ഭീഷ്മരും ദ്രോണരും കർണനും പിന്നെ എൻ്റെ ആൾക്കാരും, അവരെല്ലാവരും അങ്ങയുടെ ആ തുറന്നു വെച്ചിരിക്കുന്ന ദംഷ്ടകളോടുകൂടിയ ആ വായകളിലേക്ക്, അനേകമായിട്ടുള്ള വായകളുണ്ടല്ലോ, ആ വായകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അവരെല്ലാവരും വളരെ വേഗത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നദികൾ വേഗത്തിൽ, നദികളിലെ ജലം ശക്തമായി ഒഴുകി സമുദ്രത്തെ പ്രാപിക്കാൻ വെമ്പുന്നത് പോലെ ഇവരെല്ലാം അങ്ങയിലേക്ക് വരാൻ വെമ്പുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നദികളിലെ വെള്ളം പോലെ, നദികളിലെ വെള്ളം എവിടെ നിന്നുണ്ടായതാണ്? അത് സമുദ്രത്തിൽ നിന്ന് ഉണ്ടായതാണ്. എന്നിട്ട് ആ വെള്ളം ഒഴുകിയ അതിന് പിന്നെ സമുദ്രത്തെ പ്രാപിക്കണം, എങ്കിലേ അവർക്കൊരു സമാധാനമുള്ളൂ ആ വെള്ളത്തിന്. അതുകൊണ്ട് അവർ ശക്തമായിട്ട് അതിവേഗത്തിൽ സമുദ്രത്തിലേക്ക് ഒഴുകുകയാണ്. അതുപോലെയാണ് ഇവരെല്ലാവരും അങ്ങയിലേക്ക് വിലയം കൊള്ളാനായിട്ട് അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. പതംഗങ്ങൾ, ഈ ഈയാമ്പാറ്റകൾ പിന്നെ കത്തിച്ചു വെച്ച് ജ്വലിക്കുന്ന ദീപങ്ങളിലേക്ക് വന്ന് സ്വയം ശരീരം വെടിയുന്നത് പോലെയാണ് ഇവരെല്ലാവരും അങ്ങയിലേക്ക് വന്ന് വിലയം കൊള്ളാനാണ് ധൃതി കാണിക്കുന്നത്. അവർ ദ്രുതഗതിയിൽ അങ്ങയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ആകെക്കൂടെ ഒരു സമാധാനമാകുന്നില്ല. അങ്ങ് വാസ്തവത്തിൽ അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ആഖ്യാഹി മേ കോ ഭവാൻ ഉഗ്രരൂപോ, ഈ ഉഗ്രരൂപനായ ഭവാൻ ആരാണ് ശരിക്ക്? നമോസ്തു തേ ദേവവര പ്രസീത, ഹേ ദേവവര എന്നിൽ പ്രസാദിക്കൂ, അങ്ങേ ഞാൻ നമിക്കുന്നു. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിയും. അങ്ങേ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങയുടെ ആദിമമായിട്ടുള്ള ആ രൂപം, എന്താണ് അങ്ങ് എന്താണെന്നുള്ളത് അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. വിജ്ഞാതുമിച്ഛാമി പബന്ധം, അങ്ങേ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദിമനായ അങ്ങേ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചും എനിക്ക് അറിയണം.
അതിനായി എന്നോട് അതെല്ലാം പറയുക എന്നുള്ളതാണ് ഈ അർജുനൻ കൃഷ്ണനോട് പറയുന്നത്. കൃഷ്ണൻ പറയുന്നു, ഉടനെ തന്നെ ഉത്തരവും കൊടുക്കുന്നു. കാലോസ്മി ക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഹൃദേപിത്വാന്ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിത പ്രത്യനീകേഷു യോദ്ധാഃ. കാലോസ്മി, ഞാൻ കാലമാണ്. ലോകക്ഷയകൃത് പ്രവൃത്തൻ എന്ന് വെച്ചാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിമാനായിട്ടുള്ള കാലമാണ്. ആ അപ്രരോധ്യനായിട്ടുള്ള കാലമാണ് ഞാൻ. എല്ലാത്തിനെയും ഈ ആളുകളെയെല്ലാം സമാഹരിക്കാനായിട്ടാണ് ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ ഇവരെ എല്ലാവരെയും എന്നിലേക്ക് എടുക്കാനായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അവരെല്ലാവരും എന്നാൽ ഹനിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി, വെറുതെ യുദ്ധം ചെയ്യുക, ജയിക്കുക. അവരൊക്കെ എന്നാൽ തന്നെ നേരത്തെ മുൻപിനാലെ തന്നെ ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നീ കാണുന്നില്ലേ? അതാണ് നീ അതുകൊണ്ട് യുദ്ധം ചെയ്ത് ജയിച്ച് ഭൂമിയെ നേടുക, ഐശ്വര്യം നേടുക. ഇതാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ കർണനും അതുപോലെ തന്നെ ജയദ്രഥനും ഭീഷ്മരും ദ്രോണനും ഒന്നും ഇനി അവശേഷിക്കാൻ പോകുന്നില്ല. അവരെല്ലാം അതായത് യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞു. അവരെന്നിൽ വന്നിൽ വിലയം കൊള്ളാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി എന്നിട്ട് സഞ്ജയൻ പറയുന്നു, ഇത് കേട്ടപ്പോൾ അർജുനൻ ഒന്നുകൂടെ കൃഷ്ണനെ നമിച്ചിട്ട് കൃതാഞ്ജലിയോടുകൂടി, അതായത് കൂപ്പ് കൈയോടുകൂടി പറയുകയാണ്, ഹേ കൃഷ്ണ, അങ്ങയെ ഈ ലോകം നമിക്കുന്നത്, ആരാധിക്കുന്നത് ശരിക്കും യുക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങയെ അങ്ങനെ നമിക്കാതിരിക്കാൻ ഈ ലോകത്തിന് സാധ്യമല്ല. അങ്ങയുടെ മഹത്വം അത്രയ്ക്ക് വലുതാണ് എന്നാണ്. എന്നിട്ട് പറയാണ്, ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും അങ്ങയെ ഒരു മോശമാക്കി സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ അങ്ങ് മാപ്പ് നൽകണം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ ലോകത്തിൻ്റെ പിതാവല്ലേ. ഒരു പിതാവ് പുത്രരോട് എന്ന പോലെ ഞങ്ങളുടെ ആ അവകാശാർത്ഥമായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അങ്ങ് പൊറുക്കണം, ഞങ്ങൾക്ക് മാപ്പ് നൽകണം എന്നാണ് പറയുന്നത്. പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അങ്ങ് പൊറുക്കണം. ഇനി ഞാനിതൊക്കെ കണ്ട് എനിക്ക് മതിയായി. ഇനി അങ്ങൊരു കാര്യം ചെയ്യണം, അങ്ങയുടെ ആ പഴയ രൂപം, മാനുഷ്യ രൂപം എനിക്ക് കാണിച്ചു തരണം. എനിക്ക് ശാന്തി ലഭിക്കട്ടെ, അതായത് എനിക്കൊരു സമാധാനമാകട്ടെ. ഞാൻ വാസ്തവത്തിൽ സംഭീതനാണ്. അങ്ങയുടെ ഈ ഇതുവരെ കാണാത്ത ഈ ബൃഹത് രൂപം കണ്ടപ്പോൾ എനിക്ക് കൂടെ സമാധാനമില്ലാതായി. എനിക്ക് സമാധാനം കിട്ടാൻ അങ്ങ് പഴയ രൂപം, ആ മാനുഷ്യ രൂപം കാണിക്കുക എന്നാണ് പറയുന്നത്. അപ്പം കൃഷ്ണൻ പറയുന്നു, ഞാൻ നിനക്കായിട്ട് കാണിച്ചു തന്ന ഈ രൂപമുണ്ടല്ലോ, ഇത് നിനക്ക് മുൻപ് ആരും കണ്ടിട്ടില്ല. അത് അത്രയ്ക്ക് ദിവ്യമായിട്ടുള്ള രൂപമാണ്. എന്നെ അങ്ങനെയൊന്നും ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല എന്നാണ്. ഇങ്ങനെ അർജുനൻ്റെ അടുക്ക് പറഞ്ഞിട്ട് കൃഷ്ണൻ സ്വന്തം രൂപം കാണിക്കുകയാണ്. എന്നിട്ട് അർജുനനെ സമാധാനിപ്പിച്ചു. അർജുനൻ പറയുന്നു, ഈ രൂപം കണ്ടിട്ട് എനിക്ക് സമാധാനമായി. ഇപ്പം എനിക്ക് എൻ്റെ ചേതസ് തിരിച്ചു കിട്ടിയിരിക്കുന്നു, എൻ്റെ സ്വബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, എൻ്റെ ഈ വിശ്വരൂപം, അതായത് എൻ്റെ യഥാർത്ഥ രൂപം കാണാൻ സാധാരണ ഉള്ള ഈ വേദപഠനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഭജന കൊണ്ടോ ഒന്നും സാധ്യമല്ല. എന്നിൽ അനന്യമായ ഭക്തി ഉള്ളവർക്ക് ഏത് പറ്റൂ. എന്നെ കാണാനും എന്നെ അറിയാനും ഭക്തിയാനും തത്വരൂപത്തിൽ എന്നെ അറിയാനും എന്നിൽ പ്രവേശിക്കുവാനും അങ്ങനെയുള്ളവർക്ക് സാധിക്കും. ഭക്ത്യാത്വ അനന്യയാ ശക്യ അഹമേഹം ഏവം വിധോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്ത്യാത്വ അനന്യയാ ശക്യ അഹമേവം വിധോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ എന്നാണ് പറയുന്നത്. അനന്യമായ ഭക്തിയോടുകൂടിയേ
എന്നെ ഇപ്രകാരം അറിയാൻ പറ്റുകയുള്ളൂ, കാണാൻ പറ്റുകയുള്ളൂ, എന്നിൽ വിലയം കൊള്ളാൻ പറ്റുകയുള്ളൂ. ഇതാണ് അതുകൊണ്ട് കൃഷ്ണൻ അർജുനനോട് പറയാണ്, നീ ഭക്തിയുള്ളവനാകുക, നിസ്സംഗനായിട്ട് കർമ്മങ്ങൾ ചെയ്യുക, എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക, സർവഭൂതങ്ങളോടും വൈരമില്ലാത്തവനായി തീരുക. അങ്ങനെയാണെങ്കിലേ നീ എന്നെ പ്രാപിക്കുകയുള്ളൂ. നീ അങ്ങനെ ചെയ്യണം. പിന്നെ ഇതോടുകൂടി 55 ശ്ലോകങ്ങളുള്ള ഈ 11ാം അധ്യായം അവസാനിക്കുകയാണ്. ഇനി അടുത്തത് 12ാം അധ്യായമാണ്. അവിടെ ഏറ്റവും ഉത്തമരായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ചുള്ള വിവരണമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.